പ്രഖ്യാപിക്കുക. മറ്റേ ഉസ്താദ് ഉണ്ടായിരുന്നു, മൂപ്പര് പിന്നെ എല്ലാത്തിലും ഉണ്ടാവും. എല്ലാ ബലാലിനും നേതൃത്വം കൊടുക്കുന്നത് മൂപ്പരാണല്ലോ. നിങ്ങൾക്ക് അതൊന്നും പറയാൻ മടിയില്ല. നിങ്ങൾ മതസംഘടന അല്ല, നിങ്ങൾ മതം തന്നെയാണ്. ഞാൻ പലരും പറയാറുണ്ട്, മുട്ടത്തുകാവിലെ മുത്തപ്പനെ മൂർത്തിയായി ആരാധിക്കുന്ന മതത്തെ പോലെ കാരന്തൂർ കാവിലെ കാന്തപ്പനെ ആരാധിക്കുന്ന മതത്തിന്റെ പേരാണ് കാന്തമതം. അതിങ്ങനെ വളച്ചു കെട്ടി പറയുന്നു വേണ്ട, ഉറക്കെ പറയാം. എന്തൊരു വിടലാപ്പ വിട്ടത്, ഇതരെയുള്ളൊക്കെ നമുക്ക് സഹിക്കായിരുന്നു. ഇങ്ങനത്തെ ഈ ബോധ്യമാരെ പോട്, ഇങ്ങനൊരു പാർട്ടിയല്ലേ? ഏതെങ്കിലും ബോധ്യന്മാര് അന്റെ മുസ്ലിംമാര് ആരെങ്കിലും പോയപ്പോ ഓനെ പോയിക്കാട് എന്തിനാ ഈ തൊക്കണ്? നിങ്ങൾ CPM എന്നൊരു പാർട്ടിയല്ലേ? ഒരു അന്തസ് വേണ്ടേ? ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ? ഇല്ല, മോദിയന്മാരെ പോയി തക്ക. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യുന്നത്? പൗരത്വത്തിന് പോയി മൂപ്പിന് പള്ളിക്കാ കത്തിവെച്ചോടെ ഈ മോദിയന്മാരെ പിന്നെ ഇങ്ങൾ നടക്കണം, എന്നാലും ഞങ്ങൾ സാധാവുള്ളൂ. 4 മോദിയന്മാരെങ്കിൽ നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തിന് ഞാനും നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളോട് നിലവാരമുള്ള മനുഷ്യൻ മന്ത്രിന്റെ ഞാൻ സ്വറ്റായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റ് ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരികച്ചു. അപ്പോൾ 2 മോദിയന്മാര് വരുന്നു, അതിങ്ങനെ ലിഫ്റ്റ് കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ പോയി നോക്കി, ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോ മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട്. എന്തിനാ ഇതൊക്കെ? എന്താണ്? നിങ്ങൾക്കറിയുമോ, എന്റെ ഉപ്പാപ്പ മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല, എന്റെ അനുജൻ മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല. മുസ്ലിം ലീഗിന്റെ കൊടി നിലത്ത് വീണപ്പോൾ എന്റെ കൽബ് പൊട്ടി, ഞാൻ പൊട്ടി കരഞ്ഞു. ഇത് ഞാനൊരു ആഫീസ് കയറി വോട്ട് ചോദിച്ചപ്പോ എന്നോട് പറയണം, കോഴിക്കോട് പോയി ഉസ്താദിനോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലല്ല മത്സരിക്കുന്നത്, നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കും. നിയമസഭയിലേക്കാണ്. എന്റെ മണ്ഡലത്തിലെ ഏത് കൊള്ളരുതാത്തവന്റെ അടുത്ത് പോകും, വലിയ കൊള്ളുന്നതിന്റെ അടുത്ത് പോകും. അതിനപ്പുറത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങി വരാൻ ഞാൻ നിങ്ങളെപ്പോലുള്ള ഭ്രാന്തന്മാരുടെ കൂട്ടത്തിലല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ